ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് വീഡിയോ ഒത്തിരി ഡിലേ ആയിപ്പോയി, ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ്. ഇനി കറക്റ്റ് ടൈമിന് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ ഇന്ന് ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് ഇന്ന് എങ്ങനെ സമാപിച്ചു നോക്കാം. നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റാണ്. നിഫ്റ്റി 21,450 ക്ലോസ് ആയി. സെൻസസ് 230 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. മെറ്റൽ പവർ സ്റ്റോക്കുകളൊക്കെ നല്ല പെർഫോം ചെയ്തു. IT സ്റ്റോക്കുകൾ താഴേക്ക് പോയി. BSE മിഡ് ക്യാപ്പ് 0.7% വെച്ച് ആഡ് ചെയ്തു. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും 0.5% വെച്ച് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. സെൻസസ് 72,038 ക്ലോസ് ആയി. നിഫ്റ്റി 50 21,654 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് 48,282. സോ നിഫ്റ്റി ഇന്ന് നല്ലൊരു കയറ്റമാണെന്ന് പറയാം. ലോ ആൻഡ് ഓപ്പണും സെയിം ആയത്. ബുള്ളിഷ് ഡേ ആണ്. 3 മണിക്ക് ശേഷം നല്ല ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 100 പോയിന്റ്സ് 3 മണിക്ക് ശേഷം തന്നെ കയറിയിട്ടുണ്ടെന്ന് പറയാം. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 22,600. ഇനിയും തുടർന്ന് അപ് ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയും നല്ല അപ് ട്രെൻഡ് തന്നെയായിരുന്നു. റിവേഴ്സലൊക്കെ കൊടുത്തിട്ടുണ്ട്, കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയും ഇനി നല്ല കയറാനുള്ള സാധ്യത 1.17% കയറിയിട്ടുണ്ട്. സോ ബോത്ത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഒക്കെ ഇനി ബുള്ളിഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അതുപോലെ ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് NTPC. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി PSU ബാങ്കും. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എനർജി സെക്ടറുമാകുന്നു. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു നോക്കിയിട്ട് ഇനി ഏതൊക്കെ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് തരാൻ നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. 775 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 763 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 786, 840 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും 2 weeks to 1 monthുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് ആ ഒരു ടാർഗറ്റ് 840 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ സ്റ്റോക്കാണ് സുന്ദരം ഫാസ്റ്റനേഴ്സ്. 1245 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ടാർഗറ്റ് 20% എക്സ്പെക്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. സോ 1250 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ സുപ്രീം ഇൻഡസ്ട്രീസ് ബ്രേക്കൗട്ട് തന്നിട്ടില്ല. സോ വെയിറ്റ് ചെയ്യുക. ചില സ്റ്റോക്കിലൊന്നും ബ്രേക്കൗട്ട് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്കൗട്ട് തരുന്നത് വരെ വെയിറ്റ് ചെയ്ത് തന്നെ വേണം. ദെൻ കല്യാൺ ജുവലേഴ്സ് നല്ല ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ പറഞ്ഞ ടാർഗറ്റ് ഏകദേശം എത്തിക്കഴിഞ്ഞു. 352 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 380 ആണ് ടാർഗറ്റ് പറഞ്ഞത്. സോ 8 to 16% വരെ റിട്ടേൺസ് ഈ ഒരു കല്യാൺ ജുവലേഴ്സ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ളതിൽ ഒരു 6 സ്റ്റോക്കിൽ അതിൽ ഫസ്റ്റ് യുഫ്ലെക്സ് ലിമിറ്റഡ്. സോ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങളും കൂടി ഈ സ്റ്റോക്കിൽ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 482 റുപ്പീസിലാണ് യുഫ്ലെക്സ് ലിമിറ്റഡ്. എസ്പെഷ്യലി ഈ ഒരു പാക്കേജിങ് സെക്ടറിൽ 4th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ 482, 580 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട്, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് രണ്ടും ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നല്ല ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ്. സോ 376 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 380 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 520 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ നല്ല ഒരു മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. ഓക്കെ. ഹോട്ടൽസ് റിസോർട്ട്സിൽ 5th പ്ലേസിൽ വരുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻഡിഗോ പെയിൻറ്റ്സ്. ഈ ഒരു സ്റ്റോക്കാണ്. 1498 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1503 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1800 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
ദെൻ ഫോർത്ത് സ്റ്റോക്ക് ബജാജ് ഇലക്ട്രിക്കൽസ്. ഓക്കെ, 1013 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1020 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1140 ഫസ്റ്റ് ടാർഗറ്റ്, 1270 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 2 ടാർഗറ്റ് ഉണ്ട്, 1140, 1270. സോ 12 to ഒരു 26% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ബജാജ് ഇലക്ട്രിക്കൽസ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റോക്ക് അനുപം രസായൻ. 1012 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 1026 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1230 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു കെമിക്കൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ ഇപ്പോൾ നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ബ്രേക്ക്ഔട്ട് ടെക്നിക്കലി നല്ല തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഡെൽറ്റ കോർപ്പ്. പല സബ്സ്ക്രൈബേഴ്സും എടുത്തു ചോദിച്ച ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് 147 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 148 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 190, 250 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 28% റിട്ടേൺസ്, 28 to 60% വരെയൊക്കെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഇതിലൊരു നമ്മൾ 6 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.